കിഫ്ബിയിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. കിഫ്ബി മസാല ബോണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചെന്ന് മുഖ്യമന്ത്രി. 21 ലക്ഷം കോടി ആസ്തിയുള്ള കമ്പനിയാണ് പദ്ധതിയുടെ ഭാഗമായത്. നാടിന്റെ വികസനത്തെ തടയാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ദിവാസ്വപ്നം മാത്രമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കിഫ്ബിയുടെ ഫണ്ട് വാങ്ങുന്നതിനും ചെലവിടുന്നതിനും കർശനമായ ധനമാനദണ്ഡങ്ങൾ പാലിച്ചു പോവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഫണ്ട് ലഭ്യമാക്കാനുള്ള വിവിധ പരിപാടികളുണ്ട്. അതിലൊന്നാണ് മസാല ബോണ്ട്. ആ ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബി നേരിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനവുമായി വിലപേശിയിട്ടല്ല. അപ്പോൾ കിഫ്ബി ഏത് രീതിയിൽ ഫണ്ട് സ്വീകരിക്കും, എത്ര ഫണ്ട് വേണം, എന്താണ് അതിന് കിഫ്ബി നൽകുന്ന പലിശ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് അറിയിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും മികവുറ്റ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കനേഡിയൻ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കമ്പനി. ആ കമ്പനി ഒരു അല്ലറ ചില്ലറ കമ്പനിയല്ല, ലോകത്തിലെ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സമ്പന്നതയുള്ളൊരു കമ്പനിയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി സോലിക് ചേരുന്നു. സോലിക്, പ്രതിപക്ഷത്തിന് വ്യക്തമായ മറുപടിയാണ് കിഫ്ബി വിഷയത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? നിർഭൻ, പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കിഫ്ബിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയും മുഖ്യമന്ത്രി ഓരോന്നായി വിശദീകരിച്ചു. ലോകത്തെ തന്നെ നമ്പർ 1 കമ്പനിയാണ് കിഫ്ബിയുടെ ഭാഗമായത്. കനേഡിയൻ പെൻഷൻ കൈകാര്യം ചെയ്യുന്ന 21 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനിക്കാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ കിഫ്ബി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. കിഫ്ബിക്ക് ലഭിക്കേണ്ട പലിശ സംബന്ധിച്ചുള്ള തീരുമാനം സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് അറിയിക്കുന്നത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കനേഡിയൻ കമ്പനിയും നേരിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഒരു ആശങ്കയ്ക്കും ഇടവേണ്ടെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഫണ്ട് വിനിയോഗത്തിന് കർശനമായ നടപടികളുണ്ട്, അത് പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ വിമർശനമുണ്ടാവുന്നത്. ഇനിയും 2 വർഷം അവശേഷിക്കുന്നുണ്ട്. ഇതുവരെ 42,000 കോടി രൂപയുടെ ഭരണാനുമതി നൽകിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് പ്രതിപക്ഷത്തിന് സഹിക്കാൻ കഴിയാത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയമായും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഇവർക്കുള്ള മറുപടി നൽകി. BJP നേതാവും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിലാണ് ഇതിനെതിരെ രംഗത്ത് വരുന്നത്. ഒരേ മാനസികാവസ്ഥയുള്ളവരാണ് സർക്കാരിനെ വിമർശിക്കുന്നതിൽ ഇവർക്കെല്ലാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. SNC ലാവ്ലിന് ഫണ്ട് കൊടുത്തെന്നാണ് പ്രതിപക്ഷവും BJPയും ആരോപിക്കുന്നത്. ഇത് ഒരു അടിസ്ഥാനവുമില്ലാത്ത വാദമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. കേരളം വിവാദത്തിന്റെ സ്ഥലമാക്കി മാറ്റാനും വികസനം തടയാനുമാണ് ഇവരുടെ ലക്ഷ്യം. അത് വെറും ദിവാസ്വപ്നം മാത്രമാണെന്നും വിവാദമുണ്ടാക്കി വികസനം മുടക്കാനാവുമെന്ന് കരുതേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നീരവ് മോദിക്ക് വ്യക്തമാണ്. കിഫ്ബിയിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ വ്യക്തമായ മറുപടി. കിഫ്ബി മസാല ബോണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് സോലിക് നൽകിയത്. ഇനിയൊരു ഇടവേള. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കോൺഗ്രസ് BJP ബന്ധം മറവിക്ക് പുറത്ത്. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരസ്യമായ രംഗത്ത്. ശശി തരൂരിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ലെന്നും BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും തമ്പാനൂർ സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പുറത്തു പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേരുന്നു. റിനു, വളരെ ഗൗരവതരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലോടുകൂടി ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിന്റെ DCC സെക്രട്ടറി കൂടിയായിട്ടുള്ള തമ്പാനൂർ സതീഷ് പറയുകയാണ് തിരുവനന്തപുരത്ത് BJPയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി തന്നെ തമ്പാനൂർ സതീഷ് സ്ഥിരീകരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ? നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് കുമ്മൻ രാജശേഖരനെയും അതുപോലെ തന്നെ വടകരയിൽ തിരുവനന്തപുരത്തെ K മുരളീധരനെയും വിജയിപ്പിക്കണമെന്നുള്ള BJPയുടെയും കോൺഗ്രസിന്റെയും രഹസ്യധാരണ പുറത്തു വന്നിരുന്നു. ഇതിനെ ശരിവെക്കുന്നതാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള തമ്പാനൂർ സതീഷിന്റെ ഒരു FB പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വ്യക്തമായി പറയുന്നത് തന്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത്
ഈ പ്രവർത്തന മണ്ഡലത്തിൽ കൃത്യമായി തന്നെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങാത്ത കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ പരാതിപ്പെടും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു FB പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. മണക്കാട് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന നേതാക്കൾക്കെതിരെ മുതിർന്ന നേതാക്കൾക്ക് പരാതി നൽകും എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ DCCയിലെ ഒരു മുതിർന്ന നേതാവാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് കൃത്യമായി തന്നെ വായിച്ചെടുക്കാൻ കഴിയും, കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നേതാക്കന്മാരുടെ നീക്കത്തിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം തിരുവനന്തപുരം DCCയിൽ പുകയുന്നു എന്നുള്ളത്. നേരത്തെ ശശി തരൂർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചപ്പോൾ തന്നെ DCC നേതാക്കളോ അല്ലെങ്കിൽ DCC പ്രസിഡന്റോ ആരും തന്നെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത ഇത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തേക്ക് വേണ്ട എന്നുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അത് വകവയ്ക്കാതെയാണ് KPCC നേതൃയോഗം ഇത്തരത്തിൽ ശശി തരൂരിനെ തീരുമാനിച്ചത്. അതിലാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി നേതാക്കൾ ആ സമയം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് പുറമെയാണ് കുമ്മനത്തെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരത്തിൽ രംഗത്ത് വന്നതും. ഇതിനെ ഒരു അമർഷമാണ് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തമ്പാനൂർ സതീഷ് ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. ആ FB പോസ്റ്റിന് താഴെ വരുന്ന കമന്റ് ബോക്സുകളിൽ തന്നെ ഇത് ശരിവെക്കുന്ന ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം പരാതിപ്പെട്ടാൽ താൻ ഒറ്റയ്ക്കായി പോകും എന്നുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അതിന്റെ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട്. മറ്റൊന്ന്, രാത്രികാലങ്ങളിൽ പകൽ സമയങ്ങളിൽ കോൺഗ്രസായി നടക്കുന്നവർ രാത്രികാലങ്ങളിൽ BJP ആണ് എന്നുള്ള കമന്റ് ബോക്സിലെ പ്രതികരണത്തിന് അതേ എന്നുള്ള ഒരു മറുപടിയും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു നിയമം ആവർത്തിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം നിയമമണ്ഡലത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി, അതായത് കോൺഗ്രസ് തുച്ഛമായ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് O രാജഗോപാലിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നു. അത് വീണ്ടും ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഈ FB പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. റിനു, വിവരങ്ങൾ വ്യക്തമാണ്. ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ റിനു നൽകിയത്. തലസ്ഥാനത്ത് കോൺഗ്രസും BJPയും രഹസ്യ ബാന്ധവം. DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടു. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. KSRTC എംപാനൽഡ് ഡ്രൈവർമാരെ പിരിച്ചുവിടാൻ ഹൈക്കോടതി ഉത്തരവ്. 1565 എംപാനൽഡ് ഡ്രൈവർമാരെയാണ് പിരിച്ചുവിടേണ്ടത്. PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും പകരം നിയമനം നടത്തണമെന്നും ഹൈക്കോടതി ഉത്തരവ്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സമർപ്പിച്ച ഹർജിയിലാണ് പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സാലി ചേരുന്നു. അതായത് KSRTCയിൽ നിലവിൽ തന്നെ പ്രതിസന്ധിയാണ്. കൂടുതൽ പ്രതിസന്ധി രൂക്ഷമാക്കുന്ന ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ സാലി? അതായത് PSC റാങ്ക് പട്ടിക നിലനിൽക്കെ KSRTCയിൽ ഡ്രൈവർമാരെ മറ്റു വഴികളിലൂടെ നിയമിക്കുന്നു എന്ന് ആരോപിച്ച് സമർപ്പിച്ച ഏതാനും ഹർജികളിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചേർത്തല സ്വദേശി ഒരു വേണുഗോപാൽ ഉൾപ്പെടെ 4 പേർ കോടതിയെ സമീപിക്കുകയായിരുന്നു. അവർ പറഞ്ഞിരുന്നത് PSC റാങ്ക് പട്ടിക നിലനിൽക്കെ താൽക്കാലികമായി നിയമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ആ വാദമാണ് കോടതി അംഗീകരിച്ചത്. PSC റാങ്ക് പട്ടിക നിലനിൽക്കെ താൽക്കാലികമായി നിയമിക്കുന്നത് നിയമപരമല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി. സർവീസ് നിയമങ്ങളുടെ ലംഘനമാണിത് എന്നാണ് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ 1565 എംപാനൽ ഡ്രൈവർമാരാണ് ഇപ്പോൾ KSRTCയിലുള്ളത്. ഇവരെ എല്ലാവരെയും ഈ ഏപ്രിൽ 30-നകം പിരിച്ചുവിടേണ്ടി വരും. പിരിച്ചുവിടണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടർ നടപടികൾ പിന്നീട് പൂർത്തിയാക്കേണ്ടി വരും. അതായത് 2455 പേർ ഉൾപ്പെടുന്ന 2012 പട്ടികയാണിത്. 2455 പേർ ഉൾപ്പെടുന്ന ഒരു റാങ്ക് പട്ടിക നിലവിലുണ്ട്. PSCക്ക് വേണമെങ്കിൽ ഒഴിവ് വരുന്ന തസ്തികകളിൽ ഈ പട്ടികയിൽ നിന്ന് അഡ്വൈസ് മെമ്മോ അയച്ച് നിയമനം നടത്താം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തില് ഈ ഉടൻ തന്നെ ഈ ആളുകളെ എല്ലാം ഏപ്രിൽ 30-നകം എംപാനൽഡ് ഡ്രൈവർമാരെ എല്ലാവരെയും പിരിച്ചുവിടണം. തുടർന്ന് ഒഴിവ് വരുന്ന മുറയ്ക്ക് ഈ 2455 പേര് ഉൾപ്പെടുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് അഡ്വൈസ് മെമ്മോ നൽകി നിയമിക്കണം. ഇതാണ് കോടതി ഉത്തരവിന്റെ അന്തസത്ത. നേരത്തെ എംപാനൽഡ് കണ്ടക്ടർമാരെയും ഇത്തരത്തിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പിരിച്ചുവിട്ടിരുന്നു. സർവീസുകൾ താളം തെറ്റുന്ന അടക്കമുള്ള വലിയ പ്രതിസന്ധിയാണ് ഇതിനെ തുടർന്ന് KSRTC നേരിട്ടത്. സമാന പ്രതിസന്ധിയിലേക്ക് KSRTC ഒരിക്കൽ കൂടി എത്തുന്നു എന്നുള്ളതാണ് ഈ ഹൈക്കോടതി ഉത്തരവിന്റെ ഫലം. ഏതായാലും ഇതിനെ എങ്ങനെ KSRTC മാനേജ്മെന്റ് നേരിടും എന്നുള്ളതാണ് വലിയൊരു പ്രതിസന്ധിയായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. വിവരങ്ങൾ വ്യക്തമാണ് സാലി. KSRTCയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന പുതിയൊരു ഉത്തരവ് കൂടി ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. 1565 എംപാനൽ
ഡ്രൈവർമാരെ കൂടി പിരിച്ചുവിടാൻ കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് സാലി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണ സംഘം കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ മൊഴിയെടുത്തു. ചാനലും അന്വേഷണ പരിധിയിലെന്ന് പോലീസ്, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും മൊഴി നൽകിയതായും MK രാഘവൻ പ്രതികരിച്ചു. രാവിലെ 7:15 ACP വാഹിദ്, DCP ജമാലുദ്ദീൻ എന്നിവർ മൊഴിയെടുക്കുന്നതിനായി MK രാഘവന്റെ കോഴിക്കോട്ടെ വസതിയിൽ എത്തിയത്. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ട മൊഴിയെടുപ്പിൽ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. മൊഴി രേഖപ്പെടുത്തിയെന്നും അന്വേഷണം തുടരുമെന്നും ACP വാഹിദ് അറിയിച്ചു. ചാനൽ മേധാവിയുടെയും റിപ്പോർട്ടർമാരുടെയും മൊഴിയെടുക്കും. യഥാർത്ഥ ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികൾ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും വാഹിദ് പറഞ്ഞു. പറയാനുള്ള മൊഴി ഞങ്ങൾ എടുത്തു, നമുക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു, അദ്ദേഹത്തിന് മറുപടി തന്നു. തുടരന്വേഷണം നടക്കും. ഞങ്ങൾ തുടരന്വേഷണം നടത്തും. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെല്ലാം ശ്രമം നടത്തും. മൊഴി നൽകിയതായി രാഘവനും പ്രതികരിച്ചു. നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു, അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അത് അവിടെ നടക്കുക. അന്വേഷണ സംഘത്തിന് പിന്നാലെ DCC പ്രസിഡന്റ് T സിദ്ദിഖും രാഘവന്റെ വീട്ടിലെത്തിയിരുന്നു. TV9 ഭാരത് വർഷ ചാനലാണ് MK രാഘവൻ കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് അടക്കം 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യാഴാഴ്ച നടക്കും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. ബീഹാറിലെ 4, ഉത്തർപ്രദേശിലെ 5, ത്രിപുരയിലെ 1, മഹാരാഷ്ട്രയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. അരുണാചൽ വെസ്റ്റിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, ബീഹാറിലെ ജമോയിൽ നിന്നും രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത തുടങ്ങിയവരാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്ന പ്രമുഖർ. 185 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിസാമാബാദിൽ ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ചെങ്കിലും പിന്നീട് അത് മാറ്റി. EVM മെഷീനിൽ തന്നെയായിരിക്കും വോട്ടെടുപ്പെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇതിനായി കൂടുതൽ EVM യൂണിറ്റുകൾ തെലങ്കാനയിൽ എത്തിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് തലസ്ഥാനമായി അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പുൽവാമ സ്ഫോടനത്തിനു ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ 2 മണ്ഡലങ്ങളായ ബാരാമുള്ള, ജമ്മു എന്നിവ ഉൾപ്പെടുന്നു. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തെങ്ങും ഒരുക്കി. ഇതുകൂടാതെ നിയമസഭാ കാലാവധി കഴിയുന്ന ആന്ധ്ര, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളിലേക്കും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും വ്യാഴാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരസ്യ പ്രചാരണങ്ങൾ നാളെ വൈകുന്നേരം സമാപിക്കും. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവസാനഘട്ട പ്രചാരണ തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും. ഇതോടെ സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നായിരിക്കെ 243 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ പത്രികകൾ വയനാട്ടിലാണ്, 22 എണ്ണം. പത്തനംതിട്ട, കോട്ടയം, ആലത്തൂർ മണ്ഡലങ്ങളിൽ 7 വീതം പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് കേവലം 2 ആഴ്ച മാത്രം അവശേഷിക്കെ നാടിളക്കാൻ VIP-കളും എത്തിത്തുടങ്ങും. നാടിന്റെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വാഹന പര്യടനത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ ദേശീയ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങളിലേക്ക് 3 മുന്നണികളും കടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവർ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികളിലാണ്. രാഹുൽ ഗാന്ധിയും AK ആന്റണിയും അടക്കമുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ UDF-നായി കളത്തിലിറങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18-ന് തലസ്ഥാന നഗരിയിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായങ്ങളുടെ കുരുതിക്കളമാണ് രാഹുൽ ഗാന്ധിയുടെ അമേഠി. 5500ഓളം ഇടത്തരം വൻ വ്യവസായശാലകളിൽ 380 വ്യവസായശാലകളും അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലും. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു തവണ പോലും പ്രധാന വ്യവസായ മേഖലയായ ജഗദീഷ്പൂരിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്താൻ പോലും മനസ്സുകാട്ടിയിട്ടില്ല.
ലക്നൗ വാരണാസി ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി പരന്നുകിടക്കുകയാണ് ജഗദീഷ്പൂർ. അമേഠിയുടെ വ്യാവസായിക തലസ്ഥാനമെന്നാണ് ജഗദീഷ്പൂർ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ജഗദീഷ്പൂരിന്റെ പ്രതാപം അസ്തമിച്ചു. രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിന്ന് അമേഠിയുടെ കടിഞ്ഞാൺ രാഹുലിന്റെ കയ്യിലെത്തിയത് തൊട്ട് വ്യവസായ കേന്ദ്രങ്ങളിലെ സൈറൺ മുഴക്കം നിലച്ചു തുടങ്ങി. 2.5 പതിറ്റാണ്ട് മുൻപ് വരെ 500ഓളം വ്യവസായശാലകൾ ഉണ്ടായിരുന്നു അമേഠിയിൽ. ഇതിൽ 380 എണ്ണവും ഇന്ന് അടച്ചുപൂട്ടി കഴിഞ്ഞു. अगर हम बात करें तो अराउंड 90 के आसपास अराउंड 500 इंडस्ट्रीज रजिस्टर्ड थी यहाँ पे. आज हम देखें तो 80% इंडस्ट्रीज क्लोज हैं. വർഷങ്ങൾക്ക് മുൻപാണ് സ്വകാര്യ മേഖലയിലെ മാൾവിക സ്റ്റീൽ ഫാക്ടറി സെയിൽ ഏറ്റെടുത്തത്. അമേഠിയിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമായ മാൾവികയിൽ ഇപ്പോൾ ഉൽപാദനം നിലച്ചു കഴിഞ്ഞു. സമീപത്ത് പ്രവർത്തിക്കുന്ന ബെല്ലും മോശം സ്ഥിതിയിലാണ്. ഉഷ റെക്ടിഫയർ, ഹിന്ദുസ്ഥാൻ പേപ്പർ മിൽ, യൂണിച്ചർ ടെക്സ്റ്റൈൽസ്, ഗോണ്ടി സിമൻസ് ഇങ്ങനെ നീളുന്നു വിവിധ കാലയളവിൽ പൂട്ടിപ്പോയ സംരംഭങ്ങളുടെ എണ്ണം. എന്നിട്ടും 15 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ദുരവസ്ഥ നേരിട്ട് കാണാനോ പരിഹരിക്കാനോ രാഹുൽ ഗാന്ധി ജഗദീഷ്പൂരിൽ എത്തിയില്ലെന്നതാണ് അത്ഭുതം. जैसा मैं देख रहा हूँ कि लास्ट 15 ईयर से राहुल गांधी आते तो हैं, एवरी ईयर एवरी 6 मंथ पे भी आते हैं, लेकिन जो यहाँ नेशनल हाईवे है उस नेशनल हाईवे से वो निकल जाते हैं. कभी उन्होंने इस एरिया में एंट्री ही नहीं किया. ഇതാണ് ആരിഫ് സിമൻസ് കമ്പനി. അടച്ചുപൂട്ടിയിട്ട് 10 വർഷം പിന്നിട്ടു. ഇവിടുത്തെ ജോലി പോയതോടെ ജീവിക്കാനായി വാച്ച്മാന്റെ ജോലി ചെയ്യുകയാണ് പഴയ എഞ്ചിൻ ഓപ്പറേറ്റർ വിശ്രാം. പണ്ട് വൈകുന്നേരങ്ങളിൽ ജഗദീഷ്പൂരിലെ ഫാക്ടറികളിലേക്കുള്ള റോഡുകളിൽ ജോലി കഴിഞ്ഞവരും അടുത്ത ഷിഫ്റ്റിന് കയറാനുള്ളവരും കൂട്ടം കൂട്ടമായി നടന്നു നീങ്ങുമായിരുന്നു. ഇന്ന് പേരിന് മാത്രമാണ് ഈ വഴികളിലെ ആൾപ്പെരുമാറ്റം. നോട്ട് നിരോധനത്തിനും GSTക്കും മുൻപ് തന്നെ ജഗദീഷ്പൂരിലെ വ്യവസായങ്ങൾ റിവേഴ്സ് ഗിയറിൽ ഓടിത്തുടങ്ങിയിരുന്നു. നോട്ട് നിരോധനവും GSTയും കൂടിയായതോടെ തകർച്ച സമ്പൂർണമായി. ജഗദീഷ്പൂരിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. വാർത്തകളിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. വൈറ്റില റെയിൽവേ മേൽപ്പാലത്തിൽ കാറിന് പിന്നിൽ കണ്ടെയ്നർ ട്രെയിലർ ഇടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ മേൽപ്പാലത്തിന്റെ കൈവരി തകർന്ന കാർ റെയിൽവേ പാളത്തിൽ വീണു. കാർ ഓടിച്ചിരുന്ന ഇളമക്കര സ്വദേശി അർജുനെ പരിക്കുകളോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശ്രീധന്യയ്ക്ക് ജന്മനാടിന്റെ ആദരം. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ശ്രീധന്യയെ കാണാനും അനുമോദിക്കാനും നിരവധി പേരെത്തി. കളക്ടറേറ്റിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ഗവർണർ P. സദാശിവം ശ്രീധന്യയെ അഭിനന്ദിച്ചു. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യയെ ഗോത്രാചാരങ്ങളോടെയായിരുന്നു ബന്ധുക്കൾ വരവേറ്റത്. പൊരുതി നേടിയ വിജയത്തിന്റെ തിളക്കവുമായി പൊഴുതന ഇടിയംവയൽ അമ്പലക്കൊല്ലി കോളനിയിലെ വീട്ടിലേക്ക് ശ്രീധന്യ എത്തി. നാട്ടുകാരും ബന്ധുക്കളും ധന്യയെ കാണാൻ വീട്ടിലെത്തിയിരുന്നു. വിജയത്തിന് കരുത്തായവരോടൊക്കെ കടപ്പാടുണ്ടെന്ന് ശ്രീധന്യ പറഞ്ഞു. പ്രതീക്ഷിച്ചില്ല, ഇതൊന്നും ഒരുപാട് നാളത്തെ അധ്വാനത്തിന് ഫലമാണ്. എല്ലാവർക്കും നന്ദി. കൽപ്പറ്റ MLA CK ശശീന്ദ്രനും ധന്യയുടെ വീട്ടിലെത്തി. വയനാട്ടിലൊരു ആദിവാസി കളക്ടർ വേണമെന്ന് എന്റെ ആഗ്രഹം. കളക്ടറേറ്റിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ഗവർണർ P. സദാശിവം ശ്രീധന്യയെ അഭിനന്ദിച്ചു. വിദ്യാഭ്യാസത്തെക്കുറിച്ചും നാടിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുമെല്ലാം ചോദിച്ചറിഞ്ഞു. ഒപ്പം രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമെന്ന ഉപദേശവും. സിവിൽ സർവീസ് നേടിയ മിടുക്കിയെ അഭിനന്ദിക്കാൻ നാട്ടുകാരും ജനപ്രതിനിധികളും അമ്പലക്കൊല്ലി കോളനിയിലെ വീട്ടിലേക്ക് എത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. കേന്ദ്ര സർക്കാരിന്റെ അവഗണന കാരണം വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി പ്രതിസന്ധിയിൽ. 6 മാസത്തിലധികമായി തൊഴിലാളികൾക്ക് ശമ്പളമില്ല. സംസ്ഥാന സർക്കാരിന് ഗണ്യമായ മുതൽ മുടക്കുള്ള സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുമെന്ന പിടിവാശിയിലാണ് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപകമായ ന്യൂസ് പ്രിന്റ് ഇറക്കുമതി മൂലം തകർച്ചയിലായ HNL-ന് സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പകരം കമ്പനി സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര നീക്കം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതി നൽകാത്തതിനാൽ ഇവിടുത്തെ ഉൽപാദനം നിലച്ചിട്ട് 3 മാസമായി. 6 മാസമായി ശമ്പളം ലഭിക്കാത്ത തൊഴിലാളികൾ ദുരിതത്തിലാണ്. 3 മാസത്തിൽ കൂടുതലായിട്ട് കമ്പനി പ്രവർത്തിക്കുന്നില്ല. തൊഴിലാളികൾക്കാണെങ്കിൽ 6 മാസത്തോളമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ വലിയ അരക്ഷിതാവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അതേപോലെ കറണ്ട് ചാർജ് ഇനത്തിലും ഈ അസംസ്കൃത വസ്തുക്കളുടെ ഇനത്തിലും 30 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് കമ്പനി കൊടുക്കാനുണ്ട്. അതിലൊന്നും സംസ്ഥാന സർക്കാർ ഒരു നിർബന്ധവും ചെലുത്താതെ സാവകാശം കൊടുത്ത് എങ്ങനെയെങ്കിലും ഇത് നിലനിന്ന് പോകട്ടെ എന്ന നിലപാടെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. HNL ഏറ്റെടുക്കാമെന്ന നിലപാടുമായി കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ച സംസ്ഥാന സർക്കാരിനോട് ലേലത്തിൽ പങ്കെടുക്കാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചത്. ഫാക്ടറിക്കായി 600 ഏക്കറിലധികം ഭൂമി നൽകിയത് കേരള സർക്കാരാണ്. ഈ ഭൂമിയുടെ വിൽപ്പനയാണ്
കമ്പനി സ്വകാര്യവൽക്കരണത്തിന്റെ മറവിൽ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. നിലവിലെ MP ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് ചേക്കേറിയതോടെ പ്രതിസന്ധി ഘട്ടത്തിൽ HNLന് വേണ്ടി സംസാരിക്കാൻ ജനപ്രതിനിധി ഇല്ലാത്തതും തിരിച്ചടിയായി. കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാടുകളാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ ഇന്നത്തെ ദുരവസ്ഥയിലെത്തിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ സാംജിത്ത് ആർപ്പുകരോടൊപ്പം വെള്ളൂരിൽ നിന്നും TP പ്രശാന്ത്. മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായെങ്കിലും പ്രേമചന്ദ്രന് സംഘികൾക്ക് പ്രിയങ്കരനാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മത്സരിക്കുന്നത് UDFിലാണെങ്കിലും BJP മനസ്സാണ് പ്രേമചന്ദ്രന് ഉള്ളത്. തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനയിൽ എവിടെയും മോദി വിരുദ്ധ പരാമർശങ്ങളില്ലെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. കൊല്ലം ചാത്തന്നൂരിലും അയത്തിലും നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ ഇരട്ട രാഷ്ട്രീയം പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. RSSുമായി UDFിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം എന്താണ്? സൗഹൃദ ബന്ധം വഴി ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ജയിച്ചാൽ പാർലമെന്റിൽ സന്നിധ ഘട്ടത്തിൽ BJPയെ സഹായിക്കാം. ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചു. മുത്തലാഖ് ബിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസുകാർ എതിർത്ത് വോട്ട് ചെയ്തില്ല, ഇടതുപക്ഷം എതിർത്ത് വോട്ട് ചെയ്തു. ഇതാണ് ഒത്തുകളി. കേന്ദ്രത്തിൽ മതേതര സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാവണം. അതിന് ഇടത് MPമാർ ലോക്സഭയിൽ എത്തണമെന്നും ഉത്തരേന്ത്യയിൽ മൃദുഹിന്ദുത്വ സമീപനവും വയനാടിൽ മതേതരത്വവും അവകാശപ്പെടുന്നവരെ എങ്ങനെ വിശ്വസിക്കുമെന്നും കോടിയേരി ചോദിച്ചു. ഇന്നത്തെ കോൺഗ്രസാണ് നാളത്തെ BJP എന്ന വാദം കേരളത്തിലും നടപ്പിലായി തുടങ്ങിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. എല്ലാ മണ്ഡലങ്ങളിലും 5% VVPAT രസീതുകൾ എണ്ണണമെന്ന് സുപ്രീം കോടതി. 21 പ്രതിപക്ഷ നേതാക്കൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിംഗ് ചേരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ്, നിർണായകമായ കോടതിയുടെ ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സെർലിംഗ്? നിർബൻ EVM മെഷീനുകളോടൊപ്പം തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന VVPAT മെഷീനുകൾ എണ്ണണം എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു EVM മെഷീനിലെ VVPATകളാണ് എണ്ണി തിട്ടപ്പെടുത്തുക. അതായത് EVM മെഷീനിൽ വന്ന വോട്ട് തന്നെയാണോ കൃത്യമായി VVPAT സ്ലിപ്പുകളിലും ഉള്ളത് എന്നാണ് ഇതുവഴി എണ്ണി തിട്ടപ്പെടുത്തുക. ഇതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയിട്ട് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 5 EVM മെഷീനുകളിലെ വോട്ടുകൾ വരെ എണ്ണാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏകദേശം 5% എന്ന് തന്നെ പറയാം. അതായത് 20,625 EVM മെഷീനുകളുടെ വോട്ടുകൾ അങ്ങനെ എണ്ണേണ്ടി വരും 5 ബൂത്തുകളിലെ. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിൽ എണ്ണാൻ കഴിയില്ല. നിലവിലെ രീതി അനുസരിച്ച് 0.44% EVM മെഷീനുകളുടെ വോട്ടുകൾ VVPATലും എണ്ണാറുണ്ട്. അതിനപ്പുറത്തേക്ക് എണ്ണുന്നത് ഫലം പ്രഖ്യാപിക്കാൻ കാലതാമസമെടുക്കും. പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടത് 50% VVPATകളെങ്കിലും എണ്ണണം എന്നാണ്. ഇക്കാര്യത്തിൽ 1 മണിക്കൂറിലേറെ നീണ്ട വാദത്തിന് ശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതി 5% VVPATകളെങ്കിലും എണ്ണണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എണ്ണി തിട്ടപ്പെടുത്തേണ്ടി വരും. ഇതിൽ സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ പരാതികൾ പറഞ്ഞാലോ അല്ലെങ്കിൽ നിലവിൽ എണ്ണിയ രീതി ശരിയല്ലെന്നോ ആവശ്യപ്പെട്ടാൽ വീണ്ടും എണ്ണണം, VVPATകൾ വീണ്ടും എണ്ണണം എന്നും തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സന്തോഷ്, ഏറെ നിർണായകമായ കോടതി ഉത്തരവാണ്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഉണ്ട്, സംശയമുണ്ട്. അത് സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 21 രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ കോടതിയെ സമീപിച്ചത്. ആദ്യഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ വാദത്തെ നിരാകരിക്കുകയാണ് ഇപ്പോൾ കോടതി ചെയ്തിരിക്കുന്നത്. അതായത് 5% വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണുമ്പോൾ തന്നെ ആ മണ്ഡലത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയും എന്ന നിലപാടാണ് ഇപ്പോൾ കോടതി ഉത്തരവിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ കരുതേണ്ടി വരുമോ സന്തോഷ്? തീർച്ചയായും. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് സുപ്രീം കോടതിയിൽ അറിയിച്ചത്. സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെയോ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയല്ല തങ്ങളുടെ ലക്ഷ്യം. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആശങ്കകൾ നിലവിലുണ്ട്.
അതുകൊണ്ട് EVM മെഷീനുകൾ വേണ്ട എന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ബാലറ്റ് പേപ്പറിലേക്ക് പോകണം എന്നല്ല ആവശ്യപ്പെടുന്നത്. EVM മെഷീനുകൾ സുതാര്യമാണ് എന്ന് വോട്ടർമാരെ അറിയിക്കാൻ അതോടൊപ്പം തന്നെ നൽകുന്ന VVPATകളിലെ സ്ലിപ്പുകൾ കൂടി എണ്ണണം എന്നാണ് ആവശ്യപ്പെടുന്നതെന്നാണ് ഈ ഹർജിക്കാരായ 21 പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടത്. ഇതാണ് സുപ്രീം കോടതി പ്രഥമ ദൃഷ്ടി അംഗീകരിച്ചത്. കാരണം സുപ്രീം കോടതിയിൽ ഇതിനു മുമ്പും സമാനമായ ഹർജികൾ എത്തിയിട്ടുണ്ട്. അതിൽ ആവശ്യപ്പെട്ടത് EVM മെഷീനുകൾ മാറ്റുക, പകരം ബാലറ്റ് പേപ്പറിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതായിരുന്നു. അതൊക്കെ സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഹർജിയിലെ ശ്രദ്ധേയമായ ഒരു നീക്കം എന്ന് പറയുന്നത് EVM മെഷീനുകളുടെ തന്നെ സുതാര്യത ഉറപ്പിക്കാനുള്ള നീക്കം. അതെന്തായാലും സുപ്രീം കോടതിയെ അംഗീകരിച്ചു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ തിരിച്ചടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് 50% സ്ലിപ്പുകൾ എണ്ണി ഒത്തു നോക്കുകയാണെങ്കിൽ പോലും ഫലപ്രഖ്യാപനത്തിന് 6 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. പല നിയമസഭാ മണ്ഡലങ്ങളിലും 400-ലേറെ പോളിംഗ് ബൂത്തുകളുണ്ട്. അവിടുത്തെ സ്ലിപ്പുകൾ എണ്ണാൻ 8-9 ദിവസം വേണ്ടി വരും എന്നായിരുന്നു കമ്മീഷൻ പറഞ്ഞത്. തുടർന്ന് പ്രതിപക്ഷം പറഞ്ഞ ദിവസങ്ങളോളം കാത്തിരിക്കാൻ തയ്യാറാണ്, പക്ഷെ എണ്ണിയേ മതിയാവൂ എന്നായിരുന്നു. എന്നാൽ ഇന്ന് സുപ്രീം കോടതി ഈ രണ്ടുപേരുടെയും വാദം കേട്ടതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം പൂർണ്ണമായി അംഗീകരിച്ചില്ല, പകരം കൂടുതൽ VVPAT സ്ലിപ്പുകൾ എണ്ണിയേ മതിയാവുകയുള്ളൂ എന്ന നിലപാടിലേക്ക് എത്തിയത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ 5 EVM മെഷീനുകളെങ്കിലും എണ്ണണം. ഈ 5 EVM മെഷീനുകൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് സംബന്ധിച്ചും ഉത്തരവിൽ സുപ്രീം കോടതി പറയുന്നുണ്ട്. അത് നറുക്കെടുപ്പിലൂടെ തന്നെയായിരിക്കണം കണ്ടെത്തുക. കാരണം റാൻഡമായി തന്നെ കണ്ടെത്തണം. ഏതെങ്കിലും ഒരു EVM മെഷീനിലെ VV സ്ലിപ്പുകൾ എണ്ണാം എന്ന് നേരത്തെ നിശ്ചയിക്കുകയും അത് പ്രകാരം എണ്ണുകയും ചെയ്യുന്ന നിലവിലെ രീതി വേണ്ട. പകരം ഈ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ റാൻഡമായി എണ്ണുക, അതായത് ഈ ഏതെങ്കിലും തരത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് EVM മെഷീനുകൾ കണ്ടെത്തേണ്ടത്. ഇതിൽ ഒരു കക്ഷിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് സ്ഥാനാർത്ഥി ചൂണ്ടിക്കാണിക്കുന്ന EVM-ലെ VVPAT എണ്ണണം എന്നതായിരുന്നു. ഇതിനെ തുടർന്ന് സുപ്രീം കോടതി തിരിച്ചു ചോദിച്ചത് 20 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ 20 പേരും 20 EVM മെഷീനുകളാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഇത് എണ്ണി തിട്ടപ്പെടുത്തുക എന്നതായിരുന്നു. അതിലൊരു ആശയക്കുഴപ്പം വരില്ലേ എന്നാണ്. അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് സുപ്രീം കോടതി തന്നെ ഒരു നിർദ്ദേശം വെച്ചത്. അതൊരു വോട്ടെടുപ്പിലൂടെ തന്നെ 5 മെഷീനുകൾ കണ്ടെത്തുക, അത് വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം VV സ്ലിപ്പുകൾ അതിൽ നിന്നും എണ്ണി തിട്ടപ്പെടുത്തുക എന്ന്. എന്തായാലും കാലങ്ങളായുള്ള ഒരു ആവശ്യമാണ്. അത് സുപ്രീം കോടതി 50% പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ പോലും 5% വർദ്ധിപ്പിക്കുന്നത് തന്നെ ഈ EVM മെഷീനുകളുടെ സുതാര്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യും. സന്തോഷ് ഇത് സൂചിപ്പിക്കുമ്പോൾ തന്നെ 5% വർദ്ധിപ്പിച്ചു. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ആവശ്യം 50% അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുറ്റമറ്റതായ രീതിയിൽ നടപ്പിലാക്കുക എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ളതാകണം. എന്നാൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ട 50% എന്ന ആവശ്യത്തിലേക്ക് എത്തിയില്ല. 5% ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിലൂടെ അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും, അതായത് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ നമുക്ക് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 6 ദേശീയ പാർട്ടികൾ, 15 പ്രാദേശിക പാർട്ടികൾ, ഇത്തരം പാർട്ടികൾ ഒരുമിച്ച് ഈ VVPAT മെഷീനുകൾ എണ്ണണം എന്ന ആവശ്യവുമായി കോടതിക്ക് മുമ്പിൽ എത്തിയപ്പോൾ സ്വാഭാവികമായും കോടതിക്ക് അത് എളുപ്പം തള്ളിക്കളയാനാകില്ല. കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നിർണായകമായ പാർട്ടികളാണ് ആവശ്യവുമായി മുന്നിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചത് തന്നെ. ഇതിനു മുമ്പൊക്കെ പൊതു താൽപര്യ ഹർജികളുമായി ചില വ്യക്തികളാണ് സുപ്രീം കോടതിക്ക് മുമ്പിൽ എത്തിയതെങ്കിൽ ഇപ്രാവശ്യം അത് മാറി പാർട്ടികൾ തന്നെ രംഗത്തെത്തുകയും പാർട്ടികൾ ഇക്കാര്യത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ പക്ഷേ ഇതിനെ പൂർണ്ണമായും അംഗീകരിക്കാതെയാണ് ആദ്യഘട്ടം മുതൽ കോടതിയിൽ നിന്നത്. VVPATകൾ എണ്ണാനാകില്ല എന്ന ഒറ്റ നിർബന്ധത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിലവിലെ സാഹചര്യം അനുസരിച്ച് സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ ഒരു മണ്ഡലത്തിലെ ഒരെണ്ണം, അങ്ങനെയാണെങ്കിൽ 0.44% മാത്രമേ ആകുന്നുള്ളൂ. VVPATകളിലാണ് എണ്ണാറ്. അതിനപ്പുറത്തേക്ക് എണ്ണിയാൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന വൈകും എന്നതായിരുന്നു അവസാനത്തെ വാദം. പക്ഷെ ഇതിനു ശേഷവും സുപ്രീം കോടതി പക്ഷേ ഈ ഹർജിക്കാരുടെ വാദം കേട്ടു. തുടർന്നാണ് ഇത്തരം ഒരു വലിയൊരു ആശങ്കയ്ക്ക് പരിഹാരം കാണാനായി 5% എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു വിധിന്യായം തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഹർജിക്കാർക്ക് ഇനി ഇതിനപ്പുറത്തേക്ക് കൂട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ഹർജി നൽകാനാണ്. എന്തായാലും ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എണ്ണില്ല എന്ന കടുംപിടുത്തുന്നത് പുറകോട്ട് പോകേണ്ടിയും വന്നിരിക്കുന്നു. നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് ഫലവത്താവുകയും ചെയ്യും.
വിവരങ്ങൾ വ്യക്തമാണ് സന്തോഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലെ 5% VVPAT മെഷീനുകൾ എണ്ണണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സന്തോഷ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പാർട്ടി വിട്ട ജനപക്ഷം പ്രവർത്തകർ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി PC ജോർജ് തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചാണ് നേതാക്കൾ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. പാർട്ടി വിട്ട പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. മതേതര നിലപാടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുവാനും പത്തനംതിട്ട മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാനും യോഗം തീരുമാനിച്ചു. കേരള ജനപക്ഷം പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടവരുടെ ഒരു ഫോറം രൂപീകരിച്ചു. വിവിധ മണ്ഡലം പ്രസിഡന്റുമാരുമായി ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു തീരുമാനപ്രകാരം ഈ തെരഞ്ഞെടുപ്പിൽ മതേതര കക്ഷിയായിട്ടുള്ള മതേതര മുന്നണിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുവാനും വീണ ജോർജിന്റെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുവാനും നാളെ മുതൽ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും തീരുമാനമെടുക്കുകയുണ്ടായി. ജനപക്ഷം ജില്ലാ പ്രസിഡന്റ് ആന്റണി മാർട്ടിൻ, യുവജനപക്ഷം ജില്ലാ പ്രസിഡന്റും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ റിജോ വാളന്തറ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം ജെസി ജേക്കബ്, മണ്ഡലം പ്രസിഡന്റുമാരായ സലാവുദ്ദീൻ MM, ജിമ്മി കുന്നത്തുപുരിയിടം, PD ജോൺ പൌത്ത്, ബിജു പ്ലാക്കൽ, ടോജോ നെടുന്താനത്ത് എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് ഇടതുപക്ഷത്തിന് പിന്തുണ അറിയിച്ചു. യുവജനപക്ഷം നേതാക്കളായിരുന്ന സദാം കനിക്കുട്ടി, ദിലീപ് കൊണ്ടുപറമ്പിൽ, ഷെഫീഖ് രാജു, അഖിൽ പെരുന്തോട്ടംകുഴിയിൽ, ഇർഫാൻ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ ജനപക്ഷം പാർട്ടി വിടുമെന്നും ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രളയത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുന്നു. വികസനം തടയുക എന്നതാണ് ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യവും ലോകവും നാം കാണിച്ച ഒരുമയെ വലിയ തോതിൽ പ്രശംസിച്ചു. വലിയ പ്രശംസ. ആ പ്രശംസ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക മാനസികാവസ്ഥക്കാരുണ്ടല്ലോ, അവർക്കത് അത്ര രുചിച്ചില്ല. അങ്ങനെ പ്രശംസ നമുക്ക് വരാൻ പാടുണ്ടോ? ഇതെങ്ങനെയെങ്കിലും മാറ്റണ്ടേ? ഇതായി ചിന്ത. ഇതാണ് നമ്മുടെ മലയാള മനോരമ പത്രം ഇതേ വാചകം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാചകമാണ്. ഇന്ന് പറഞ്ഞത് മാനസിക രോഗികൾ അതിന് നിർത്തുന്നതാണ്. ഞാൻ മാനസിക രോഗികളെന്ന് ഇവരെ വിളിച്ചു വന്നു. ഞാൻ പറഞ്ഞത് ഇതേ വാചകമാണ്. ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. ഞാൻ മാനസിക രോഗം എന്ന വാക്കേ പറയാൻ പോയില്ല. മലയാള മനോരമക്ക് എവിടെ നിന്ന് കിട്ടിയത്? വാർത്തകളിലേക്ക് വീണ്ടും. മോദിയെയും മൻമോഹൻ സിംഗിനെയും കടന്നാക്രമിച്ച് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. മോദി കൊള്ളക്കാർക്ക് കാവലാളാകുമ്പോൾ മൻമോഹൻ സിംഗ് അതിന് വഴിതെളിച്ച ആളാണെന്ന് VS. തിരുവനന്തപുരം പേരൂർക്കടയിൽ LDF സ്ഥാനാർത്ഥി C ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു VS അച്യുതാനന്ദൻ. കൊള്ളക്കാർക്ക് കാവൽ നിൽക്കുകയാണ് ചൌക്കിദാർ മോദിയെന്ന് VS അച്യുതാനന്ദൻ പരിഹസിച്ചു. ഉലകം ചുറ്റും വാലിബന് രാജ്യത്തെ കർഷക ആത്മഹത്യ കാണാൻ സമയമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അംബാനിമാർക്കും നീരവ് മോദിമാർക്കും കോടികൾ കൊയ്യാൻ വഴിയൊരുക്കിയതാണ് BJP സർക്കാരിന്റെ 5 വർഷത്തെ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. 14,000 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ വിജയമല്യ നീരവ് മോഡി എന്നു തുടങ്ങി 27 സാമ്പത്തിക കുറ്റവാളികൾ സുരക്ഷിതമായി ഇന്ത്യ വിടാൻ ആ മഹാൻ കാവൽ നിന്നിട്ടുണ്ട്. സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ എത്തിച്ചത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണെന്നും അഴിമതിയുടെ കുംഭമേളയായിരുന്നു 2ാം UPA സർക്കാരിന്റെ കാലത്തെന്നും അദ്ദേഹം പറഞ്ഞു. കൽക്കരി കുംഭകോണം, സ്പെക്ട്രം അഴിമതി, ആദർശ ഫ്ലാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നിങ്ങനെ അഴിമതിയുടെ
ഘോഷയാത്രയാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നത്. സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ എത്തിച്ചത് കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതിയും ദുഷിച്ച സാമ്പത്തിക നയങ്ങളുമായിരുന്നു എന്നർത്ഥം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം.ബി. രാജേഷ് അതിരാവിലെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. പാലക്കാട് കോട്ടയിലും എം.ബി. ഫണ്ട് ഉപയോഗിച്ച് അടുത്തിടെ നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിലും വ്യായാമത്തിനെത്തിയവരെ നേരിട്ട് കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ വളരെയധികം മുന്നിലാണ് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം.ബി. രാജേഷ്. മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. വേറിട്ട പ്രചാരണ രീതികളുമായാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പാലക്കാട് കോട്ട മൈതാനത്ത് അതിരാവിലെ തന്നെ എത്തി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ്. അതെ, എല്ലാ ദിവസവും അതിരാവിലെ തുടങ്ങും. ഇന്ന് ഇവിടെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ് മറ്റ് നടക്കുന്ന ആളുകളുടെ കൂടെയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഈ പാലക്കാട് എത്തുമ്പോൾ ഒരു പ്രത്യേകത, നിരവധി വ്യത്യസ്തമായ വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ വേറിട്ട് നിൽക്കുന്നത് ഒന്ന് ഈ ഓപ്പൺ ജിം ഇതിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഈ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പോൾ? അത് വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. കാരണം നേരത്തെ ഈ ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ് എന്നോട് ഈ നടപ്പാത പുതുക്കി പണിത് തരണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിന് എം.പി. ഫണ്ട് വിനിയോഗിക്കാൻ സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അതിന് പകരം നമുക്കൊരു ഓപ്പൺ ജിം ആയാലോ എന്ന ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെ പൊതുവിൽ ഇവിടെ പ്രഭാത സവാരിക്ക് വരുന്ന എല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെയാണ് കോട്ടമൈതാനത്ത് ഇപ്പോൾ ഓപ്പൺ ജിംനേഷ്യം വന്നത്. ഇപ്പോൾ ദിവസം 1000-ലധികം ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ ആദ്യമായിരുന്നു. അതിന് വളരെ അനുകൂലമായ പ്രതികരണമാണുള്ളത്. നമസ്കാരം. 10 വർഷം കൊണ്ട് ഒരു സർവ്വതല സ്പർശിയായ ഒരു വികസനം. തീർച്ചയായിട്ടും അത് ഒരു കൃത്യമായിട്ടുള്ള മുൻഗണനകളുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. എല്ലാ മേഖലയെയും സ്പർശിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, അതുപോലെ സ്പോർട്സ്, കുടിവെള്ളം, കൾച്ചർ, ഇങ്ങനെ ഓരോ മേഖലയെയും പ്രത്യേകമായിട്ട് കണ്ടിട്ട് ഭിന്നശേഷിക്കാർ, അംഗപരിമിതർ, സ്ത്രീകൾ, ഇങ്ങനെ എല്ലാ വിഭാഗത്തെയും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാട് നടപ്പാക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. അതിന് നല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രചാരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണവും പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്? നമസ്കാരം. ജനങ്ങളുടെ പ്രതികരണം വളരെ അനുകൂലമായിട്ടുള്ളതാണ്. ജനങ്ങളിൽ നിന്ന് ആവേശകരമായിട്ടുള്ള, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതിനേക്കാൾ ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വളരെയധികം സജീവമായ പ്രചാരണ പരിപാടിയിലാണ് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം.ബി. രാജേഷ്. 10 വർഷം ജനങ്ങളുടെ ഒപ്പം നടന്നു. ഇനിയും ജനങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് ഈ പ്രചാരണ പരിപാടികളിൽ എം.ബി. രാജേഷ് നൽകുന്നത്. പാലക്കാട് കോട്ടയിൽ നിന്നും സിജു കണ്ണൻ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ലോക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കൊല്ലത്ത് സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിൽ പങ്കാളിയായി LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലും. ആശ്രാമം ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ നിന്നും KN ബാലഗോപാൽ രാജ്യസഭാ MP ആയിരിക്കെ സ്ഥാപിച്ച ഓപ്പൺ ജിംനേഷ്യം വരെയായിരുന്നു കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. ഒളിമ്പ്യൻ അനിൽകുമാർ പ്രായം കുറഞ്ഞ ഫിഡെ മാസ്റ്റർ ജൂബിൻ ജിമ്മിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. IMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിജു ബി നെൽസൺ ആരോഗ്യ സന്ദേശം നൽകി. ആശ്രാമത്തെ യൂനിസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്ന് തുടങ്ങിയ നടത്തം അഡ്വഞ്ചർ പാർക്കിലെ ഓപ്പൺ ജിംനേഷ്യം വരെ നീണ്ടു. രാജ്യസഭാ MP ആയിരുന്നപ്പോൾ താൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിലെ ഉപകരണങ്ങളിൽ ബാലഗോപാലിന്റെ പരിശ്രമം കണ്ടുനിന്നവരിൽ കൗതുകമുണർത്തി. ജിമ്മിലേക്ക് കുറച്ച് ഉപകരണങ്ങൾ കൂടി വരുത്തുന്നത് സംബന്ധിച്ചും വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും വാക്കേഴ്സ് ക്ലബ്ബ് അംഗങ്ങളുമായി ചർച്ച. സെൽഫി എടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചു വന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥിയുടെ മടക്കം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആതുര സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച IRPC മോഡൽ കോഴിക്കോട് നടപ്പാക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പ്രചരണാർത്ഥമാണ് ഇടതുപക്ഷ യുവജന സംഘടന യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള സേവന പ്രവർത്തനങ്ങൾ. രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ആതുര സേവന രംഗത്ത് കൂടി ശ്രദ്ധേയമായ പേരാണ് P. ജയരാജന്റേത്. പാലിയേറ്റീവ് പരിചരണ രംഗത്ത് IRPC കണ്ണൂർ ജില്ലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ വടകര മണ്ഡലത്തിൽ കൂടി വ്യാപിപ്പിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടയിലും ആശുപത്രിയിലെത്തി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇവർ.
വടകര മണ്ഡലം കേന്ദ്രീകരിച്ച് രൂപീകരിച്ച യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. IRPCയുടെ മാതൃക, കണ്ണൂരിന്റെ IRPCയുടെ മാതൃക ഈ വടകര മണ്ഡലത്തിലാകെ വ്യാപിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിലെ യുവജന സംഘടനകൾ തീരുമാനിച്ചത്. അതിൻ്റെ ഒരു തുടക്കമാണിത്. ഇപ്പോൾ ഇവിടെ ഈ രക്തം ദാനം ചെയ്യുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലെ യൂത്ത് ബ്രിഗേഡ് നേതൃത്വത്തിലാണ്. അവിടെയുള്ള യുവജന സംഘടനകൾ, ഇടതുപക്ഷ യുവജന സംഘടനകൾ എല്ലാവരും സംയുക്തമായി കൊണ്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. രക്തദാനം, ആശുപത്രി ശുചീകരണം, കിടപ്പിലായ രോഗികളെ പരിചരിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. ഒരു ദിവസം 30 പേരാണ് മെഡിക്കൽ കോളേജിലെത്തി രക്തം ദാനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ സമൂഹത്തിന് നന്മ പകരുന്ന പ്രവർത്തനം കാഴ്ചവെച്ച് മാതൃകയാവുകയാണ് ഇവർ. വിവിധ ആശുപത്രികളിലെത്തി സേവന പ്രവർത്തനം നടത്തുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. കണ്ണൂരിനെ സ്വാന്തന പരിചരണ സൗഹൃദ ജില്ലയാക്കി മാറ്റിയ പി ജയരാജൻ മാതൃക വടകര മണ്ഡലത്തിലൂടെ വ്യാപിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. നാടുണർത്തി കണ്ണൂരിന്റെ വികസന നായിക PK ശ്രീമതി ടീച്ചറുടെ 3ാം-ഘട്ട പര്യടനം തുടങ്ങി. സ്നേഹോഷ്പള വരവേൽപ്പാണ് ശ്രീമതി ടീച്ചർക്ക് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. LDF പ്രചരണ റാലികളും വൻ ജനപങ്കാളിത്തത്തിലാണ് നടക്കുന്നത്. കണ്ണൂരിന് ശ്രീമതി മതിയെന്ന് ആഹ്ലാദാരവം മുഴക്കിയാണ് ഓരോ കേന്ദ്രങ്ങളിലും ജനക്കൂട്ടം സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്. ശ്രീമതി ടീച്ചറുടെ വാഹനം കടന്നുപോകുന്ന വഴികളിലെല്ലാം കണ്ണൂരിന്റെ വികസന നായികയെ കാണാനും വിജയാശംസകൾ നേരാനും നിരവധി പേർ കാത്തുനിൽക്കുന്നു. ശ്രീമതി ടീച്ചറുടെ വികസന നേട്ടങ്ങൾ എത്താത്ത ഒരു പ്രദേശം പോലും കണ്ണൂരിൽ ഇല്ല. MP എന്ന നിലയിൽ 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് ഈ സ്വീകരണമെന്ന് ശ്രീമതി ടീച്ചർ. ഒരുപാട് പ്രായം ചെന്നവരും ചെറുപ്പക്കാരും സ്ത്രീകളൊക്കെ ഇവിടെയുണ്ട്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് തന്നെയാണ്, ധാരാളം ആളുകൾ കൂടുതലായിട്ട് വരികയാണ്. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച് വരണം. അത് സാധാരണ ജയം പോരാ, ഉജ്ജ്വലമായ ഒരു ജയം ഉണ്ടാവണം എന്നുള്ള അതീവ താല്പര്യം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രകടമായ തെളിവ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വമ്പിച്ച ജനക്കൂട്ടമാണ്. അഴീക്കോട് നിയോജക മണ്ഡലത്തിലാണ് 3ാം-ഘട്ട പര്യടനത്തിന് തുടക്കം കുറിച്ചത്. 22 കേന്ദ്രങ്ങളിലായിരുന്നു സ്വീകരണം. വിവിധ കേന്ദ്രങ്ങളിൽ വാദ്യമേളവും വെടിക്കെട്ടും തനത് കലാരൂപങ്ങളുമായാണ് നാട്ടുകാർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. 3ാം-ഘട്ട പര്യടനവും ആരംഭിച്ചതോടെ ശ്രീമതി ടീച്ചർ പ്രചരണത്തിൽ വ്യക്തമായ മേധാവിത്വം നേടിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.